ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫിയറ്റ് 138D വളരെ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്ത് റെഡിയാക്കിയേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറായ വാസുദേവനോട് ബാക്കി റീസ്റ്റോറേഷൻ ജേണിയും ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കാം. വാസുദേവ്, വെൽക്കം ടു ദ ഷോ. പ്ലീസ് കം. വാസുദേവ്, എങ്ങനെയാണ് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയത്? എങ്ങനെയാണ് വണ്ടി കണ്ടെത്തിയത്? എൻ്റെ കയ്യിൽ ഇത് കിട്ടണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇത് കിട്ടണത് എൻ്റെ കയ്യിലേക്ക്. എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വാട്സപ്പിൽ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് ഒരു വണ്ടിയുടെ, ജസ്റ്റ് നീ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ഒരു സർവീസ് സ്റ്റേഷനിൽ ഫുള്ളി വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോസാണ് ഞാൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഫ്രണ്ടിന് ഈ സെയിം ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റ് ഓൾറെഡി അവൻ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് അവൻ്റെ വണ്ടി റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ഇതിപ്പോൾ കൊടുക്കാനുള്ള വണ്ടിയാണ്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയി നോക്ക്, നല്ല വണ്ടിയാണ്, അപ്പോൾ കോഴിക്കോടാണ് വണ്ടി ഉള്ളത്, അപ്പോൾ നീ ഒന്ന് പറ്റുമെങ്കിൽ നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് ആദ്യം ഈ വണ്ടി ഞാൻ കാണണേ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയണ പോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അല്ലേ? പിന്നെ കാരണം വിൻറ്റേജ് ഓൾറെഡി വണ്ടികളോട് ഇഷ്ടം ഇത്തിരി കൂടുതലുള്ള ഒരാളാണ്. ഓൾറെഡി വിൻറ്റേജ് കാറ് സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും വിൻറ്റേജ് സ്കൂട്ടർ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു വിൻറ്റേജ് കാറ് വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു എന്താ പറയുക, ഇതെടുത്ത എന്നാൽ പിന്നെ നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെയാണിത് ഇവനെ കയ്യിലാക്കാനുള്ള ഒരു പരിപാടി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം അങ്ങനെ അതിനായിട്ട് പിന്നെ സംസാരിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ആളെ വണ്ടി ഒന്ന് കാണാൻ വേണ്ടി കോഴിക്കോട് പോകണ്ടായി. അത് കഴിഞ്ഞ് വണ്ടി കണ്ടു, ഓടിച്ചൊക്കെ നോക്കി. പിന്നീട് കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിലാണ് ഇത് പോയി ഞാൻ എടുക്കണത്. ഇതിനെ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് തന്നെ വന്നേ. ഏകദേശം ഒരു നോർമൽ സമയത്തിനേക്കാൾ ഒരു ഡബിൾ സമയം എടുത്തു എന്നുള്ളതല്ലാണ്ട് അടിപൊളിയായിട്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു തന്നെ വന്നേ. വിന്റേജ് വണ്ടി ആകുമ്പോൾ നമുക്ക് ആ ഒരു പേസിലല്ലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതെ അതെ അതെ. ഇത് ഇപ്പോഴത്തെ ഒരു ഹൈവേകള് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ റോഡുകളും വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ വണ്ടികളും ഇപ്പോഴത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതിനോടൊപ്പം പിടിച്ചു നിൽക്കില്ലെങ്കിലും അന്നത്തെ ആ കാലത്തെ രാജാക്കളിൽ ഒന്നായിരുന്നു തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഞാനൊരു 70-80 വരെയൊക്കെ ഞാൻ ഇത് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു കംഫേർട്ട് ലെവൽ എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു 50 ആ ഒരു റേഞ്ചാണ്. ഇത് 4 സ്പീഡാണ് വണ്ടി. അപ്പോൾ 50 വരെയൊക്കെ ഉള്ളൊരു സ്പീഡിലാണ്. കുറച്ച് ഇരിക്കുന്ന ആൾക്കും ഓടിക്കാനും വണ്ടി പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ബ്രേക്ക് ചെയ്യാനും കുറച്ച് വണ്ടിക്ക് വേറെ ഹീറ്റോ കാര്യങ്ങളോ വേറെ ഇഷ്യൂസൊന്നും ഇല്ലാണ്ട് ഒരു കംഫേർട്ട് ലെവലിൽ ഓടിക്കാൻ ഒരു 50 km/h എന്നൊരു കംഫേർട്ട് ലെവൽ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മള് എക്സ്പെക്ട് ചെയ്തിരുന്ന് എടുത്തൊന്നുമല്ല. ഇതേപോലെ ഒരു ഫോട്ടോ കണ്ടു, ആ ഫോട്ടോ ഇംപ്രസ്സായി അവിടെ പോയി കണ്ടിട്ടും ഭയങ്കര ഇംപ്രസ്ഡായി. കാരണം ഈ വണ്ടി ഇത് ഫുള്ളി റീസ്റ്റോർ ചെയ്തതാണ്. അതായത് ഇതിൻ്റെ എൻജിൻ ഊരി ഇതിൻ്റെ ഫുൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് ഫുൾ A to Z പാർട്സ് ഫുൾ പെയിൻറ് ചെയ്ത് പുതിയ പാർട്സ് കയറ്റി
ഫുള്ളി റീബിൽഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ ഇത് പവർ സ്റ്റിയറിങ്ങും അതേപോലെ തന്നെ AC-യും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വണ്ടി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു മോഡൽ ഞാൻ കണ്ടിട്ടില്ല. പല ഇതിൻ്റെ കുറേ മോഡിഫൈഡ് വെർഷൻ വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടി എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്തോ ഇവനെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ അങ്ങ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ കൈ എടുത്ത് പോകുന്നതാണ്. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ആകെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗും AC-യും ആഡ് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് AC മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ. ബാക്കി എങ്ങനെയാണോ ഈ വണ്ടി ഷോറൂമിൽ നിന്ന് അവർ ആ കാലഘട്ടത്തെ ഇറക്കിയേക്കണേ അതേപോലെ തന്നെ. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ആകെ ഒരു ഈ വണ്ടിയുടേതല്ല അല്ലാത്തൊരു പാട്ട് കയറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെൻഡറിൽ വരുന്ന ഈ സൈഡ് ഇൻഡിക്കേറ്റർ, ഈ ഇൻഡിക്കേറ്റർ ഈ വണ്ടിയുടെ ഇപ്പം അവൈലബിൾ അല്ല, കിട്ടാനുണ്ടെങ്കിലും ഇപ്പം ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്ത് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ടാറ്റ ഇൻഡിക്കയുടെ ആണ് ഇത് ചെയ്ത് വെച്ചേക്കണത്. എന്നാലും വലിയ വൃത്തികേടില്ല. എന്നാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ലാന്ന് പറയേയില്ല. അപ്പോൾ ഇതാണ് ആകെ ഇതിൻ്റെതായ അല്ലാത്തൊരു പാട്ട് ഈ വണ്ടിയിലുള്ളൂ. ബാക്കിയെല്ലാം ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഹോൾഡർ അടക്കം എങ്ങനെയാണോ അന്ന് കമ്പനി ഇറക്കിയത് അതേപോലെ തന്നെ ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയുള്ളത്. പക്ഷെ എനിക്ക് അത് ആ ഇൻഡിക്കേറ്റർ അത് സ്യൂട്ട് ആവുന്നുണ്ട്. നമുക്ക് ഒട്ടും അത് ഒരു വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല ആഡ് ചെയ്ത ഇൻഡിക്കേറ്റർ. അതെ ഇതത്ര അങ്ങനെ വേറെ പെട്ടെന്ന് കണ്ട ഇതിൻ്റെതല്ല എന്ന് തോന്നുന്നില്ല. ചെറിയൊരു ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒരു ഇതിനായിട്ട് മാച്ചിങ് അല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അത് ചെയ്ത ആളും ഇത്രയും നോക്കാമെങ്കിൽ അത് അത്രയും നോക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് അത്രയും കിട്ടാത്തോണ്ട് ആയിരിക്കും പുള്ളി ഇത് വെച്ചിട്ടുണ്ടാവുക. അല്ല, എനിക്കൊന്നും അത് വാസുദേവ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാനും അത് നോട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളത് തിരിച്ചറിയത്തില്ല. അത്രയും അറിയില്ല. അതാണ് അത് പലപ്പോഴും നമ്മൾ വണ്ടിയിൽ ആൾട്രേഷൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾട്ടർ ചെയ്ത് അത് ആ വണ്ടി അല്ലാണ്ടാവും. അതെ കുറെ വേറെ വണ്ടികളുടെ സാധനം കേറ്റി അത് ആ വണ്ടിയുടെ ആ ഒരു ഒറിജിനൽ ഷേപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ലുക്കിലോട്ട് പോകും. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷെ അത് വണ്ടി ഒറിജിനാലിറ്റി അതെ അതിന്റെ ഡിസൈനിനെയും അതിന്റെ ആ ഒരു എന്താണോ ആ വണ്ടി മെയിൻ ചെയ്തത് അത് ഹാമ്പർ ചെയ്യാത്ത രീതിയിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷനും അപ്ഗ്രേഡും ആണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോ ആ പവർ സ്റ്റിയറിംഗ് AC ചെയ്താൽ അത് ഇതിന് ഒരു വളരെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചറിൽ ഒരു നോൺ AC വണ്ടി കൊണ്ടുനടക്കുക എന്ന് പറയണത് തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ മിസ്റ്റ് പിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ AC വളരെ ഉപകാരമാണ്. അപ്പോൾ ഈ അപ്ഗ്രേഡ് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വണ്ടിക്കും ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തതും. പിന്നെ പവർ സ്റ്റിയറിംഗ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ഓപ്ഷനിലാണ്. ഇപ്പം ചെയ്താലും ഇല്ലെങ്കിലും ഈ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ അത് പവർ സ്റ്റിയറിംഗ് എനിക്ക് തോന്നുന്നു അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സ്റ്റൈലിന് മാറ്റമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടിയും നമുക്ക് ആ റണ്ണിങ്ങിലല്ലാണ്ട് വണ്ടി നിർത്തി എവിടെയെങ്കിലും വളയ്ക്കാനോ തിരിക്കാനോ അല്ലെങ്കിൽ ചെറിയ വഴിയിലോട്ട് കയറിയിട്ട് നമുക്ക് തിരിച്ചാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പവർ സ്റ്റിയറിംഗ് ഇതിനെ സംബന്ധിച്ച് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും. സർവീസും മെയിൻ്റനൻസും ഒക്കെ എങ്ങനെയാണ്? നമുക്ക് എങ്ങനെയാണ് ഒരു മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും? ഇതിന് ആക്ച്വലി ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് പിൻ ടു പിന്ന് റീസ്റ്റോർ ചെയ്തൊരു വണ്ടി ആയതുകൊണ്ട് ഇതിന് മേളിൽ വേറെ എനിക്കൊരു കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ഇതിൻ്റെ അകത്ത് കംപ്ലൈൻ്റ് ആയത് റീപ്ലേസ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ സർവീസ് ഞാൻ ഒരു തവണ ഇതിൻ്റെ എൻജിൻ ഓയിൽ
ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ ബാക്കിലെ ഹൗസിങ് ഓയിൽ, ഇത്രയും സാധനങ്ങൾ റീപ്ലേസ് ചെയ്തായിരുന്നു. ഇതല്ലാണ്ട് ഞാൻ AC ഒന്ന് ഗ്യാസ് ഒരു തവണ ഒന്ന് റീഫിൽ ചെയ്യണ്ടായി. നോർമലി വരുന്ന അല്ലാണ്ട് എനിക്കിതിന് വേറെ പാർട്സ് റീപ്ലേസ് ചെയ്യേണ്ടി വരികയെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു റീസ്റ്റോർ ചെയ്ത വണ്ടി ആയതുകൊണ്ടാണ്. പിന്നെ ആ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിലത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 കൊല്ലം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ഇയർ ആയെങ്കിലും ഇത് ആ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആൾ അത്രയും നല്ലതായിട്ട് നോക്കിക്കൊണ്ടാണ് ഇതിപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതൊരു ഡാമേജ് ഇതുവരെ കയ്യിൽ നിന്ന് വരാണ്ട്, അല്ലെങ്കിൽ ഇത് എനിക്കും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത് ആ ആളും അതേപോലെ ഈ വണ്ടി നോക്കിക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം പുതിയതായിട്ട് ഇതേമാതിരി ഇങ്ങനൊരു ഈ മോഡൽ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ വണ്ടി നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്ത പണിഞ്ഞ വണ്ടിയാണെങ്കിൽ ഒരു നോർമൽ സർവീസ് അല്ലാണ്ട് അതിനുപരി വേറെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ വണ്ടികളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഴയ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ പാർട്സും കുറേ കൂടി സ്ട്രോങ് ആണ്. പെട്ടെന്ന് പ്ലാസ്റ്റിക് എലമെന്റ്സ് ഈ വണ്ടിയിൽ തന്നെ നോക്കിയാൽ പ്ലാസ്റ്റിക് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ എൻജിൻ സൈഡിലാണെങ്കിലും അങ്ങനെ ഇപ്പോഴത്തെ വണ്ടികളെ പോലെ പെട്ടെന്ന് ഡാമേജ് ആവണ പാർട്ടുകൾ വളരെ കുറവാണ് ഈ ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്ന വണ്ടികളിൽ നിന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു പാർട്ട് ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലൈഫ് കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടികൾ കൂടുതലും നമുക്ക് പാർട്സ് റീപ്ലേസ്മെന്റ് ആണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് എല്ലാം പറയാം. ഇത് പിന്നെയും നമുക്ക് ഇതിൻ്റെയൊക്കെ പാർട്സ് എന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പോഴും നല്ല പണി അറിയാവുന്ന ആശാന്മാരുണ്ടെങ്കിൽ അടുത്ത് കൊടുത്ത ആ ഒരു സാധനം എന്ത് പാർട്ടാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് പണിത് അത് റിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. അതെ അതെ. പിന്നെ മൈലേജ് എങ്ങനെ കിട്ടുന്നുണ്ട്? മൈലേജ് എത്ര കിട്ടുന്നുണ്ട് നമുക്ക്? മൈലേജ് ഇത് ഡീസൽ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഞാൻ കറക്റ്റ് ഒരു ഇത് പറയല്ല, എന്നാലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്കൊരു 25+ മിനിമം എനിക്ക് കിട്ടുന്നുണ്ട്. 25+ കിട്ടുന്നുണ്ട്. ഞാനിത് അങ്ങനെ സിറ്റിയിൽ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു നൈറ്റ് ട്രാഫിക് കുറച്ചുകൂടി കുറഞ്ഞ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഹൈവേ ടു ഹൈവേ അല്ലെങ്കിൽ ഒരു കഫേ ടു കഫേ എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഞാനിത് കൊണ്ട് നടക്കണേ. അപ്പോൾ അതുകൊണ്ടാവാം മേ ബി കുറച്ചുകൂടി മൈലേജ്. ടൗണിൽ ഞാൻ ഓടിച്ചിട്ടില്ല അധികം, കാരണം എനിക്ക് ടൗണിലേക്ക് ഇറക്കിയിട്ട് അങ്ങനെ എത്ര മൈലേജ് കുറയുന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും മിനിമം എനിക്ക് എന്തായാലും ഒരു 25 കിട്ടുന്നുണ്ട് വിത്ത് AC 25 കിട്ടുന്നുണ്ട്. 20 കിട്ടിയാൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാമല്ലോ. കാരണം അതിന് തക്ക മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതും പണ്ടത്തെ ആ ഒരു ഡിസൈൻ്റെ എഞ്ചിനീയറിംഗിന്റെ ഒരു മേന്മയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇത് വണ്ടി വെച്ച് നോക്കുകയാണെങ്കിലും ബോഡി പക്ക സ്ട്രോങ് ആണെങ്കിലും ഒരുപാട് ബോഡി വെയിറ്റ് ഇല്ല ഈ വണ്ടിക്ക്. എനിക്ക് കാരണം ഇതിൻ്റെ ഡോർ പാഡാണെങ്കിലും ഇതിൻ്റെ ഒരുവിധം ഒരു കോമ്പാക്ട് എന്നുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ മെറ്റൽ പാർട്സും സ്ട്രോങ് ആണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം മേ ബി ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം.
ഇത്രയും മൈലേജ്. അതെ അതെ. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി വണ്ടി പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ചെറിയ വണ്ടിയായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ ഇരിക്കാൻ പോകണത്. പക്ഷെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലേ അല്ല. വണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്റ്റേബിൾ ഫീലാണ് അല്ലേ. അതേപോലെ നല്ല വിസിബിലിറ്റി. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് പെട്ടെന്നൊരു ഇത് നമുക്ക് അകത്ത് കയറി ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 360 ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഫുൾ വൈഡ് വ്യൂ നമുക്ക് ഇതിൽ കിട്ടും. ആകെ ഇതിൻ്റെ പില്ലറാണെങ്കിലും ഒരു 5 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ നമുക്ക് ഈ പില്ലർ തന്നെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പില്ലർ അവിടെ ഉണ്ടെന്ന് പറയില്ല, ചെറിയൊരു ബീഡിങ് പോയ പോലെ നമുക്ക് ആ പില്ലർ നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഇത് ടിൻഡഡ് ഗ്ലാസ് ഒന്നുമല്ല, അപ്പോൾ കമ്പനി വന്ന അതേ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഫുൾ ക്ലിയർഡാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ വ്യൂ, ആ ഒരു വ്യൂ നമുക്ക് എപ്പോഴും വിസിബിലിറ്റി ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഡീസൽ ഒഴിക്കണ ഇതും മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഒരു ത്രെഡഡ് ടൈപ്പാണ്. ഫുൾ മെറ്റലാണ്, നല്ല കനുണ്ട്. അതുകൊണ്ട് അകത്തേക്കൊന്നും കയറത്തുമില്ല അല്ലേ. അതെ അതെ, ഭയങ്കര സേഫ്റ്റി. അതിനൊരു എയർ കയറാനും വേണ്ടൊരു ചെറിയൊരു ഹോളുണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല. ചെറിയൊരു ഹോളുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഒരു എയർ ടൈറ്റ് വരാണ്ടിരിക്കാൻ. പെട്രോൾ പമ്പിലൊക്കെ ഫ്യൂവല് നമ്മൾ തന്നെ ഇറങ്ങി ചെയ്ത് കൊടുക്കുമല്ലേ. അതെ അതെ. വണ്ടി എടുത്ത് ഇത്രയും നാളായിട്ട് എങ്ങനെയാണ് വാസുദേവ് ഹാപ്പി അല്ലേ? അതെയാണ്, പിന്നെ തീർച്ചയായും ഇങ്ങനൊരു വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫോൺ കോളിലാണ് ഈ വണ്ടി ഇപ്പൊ ഈ കയ്യിലിരിക്കണത്. ഭയങ്കര സന്തോഷമാണ്. കാരണം എപ്പോഴും ഇതുകൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങിയാൽ പോലും ആൾക്കാർ ആ ഒരു നോക്കണതും ആ ഒരു അറ്റൻഷൻ, ഭയങ്കര അറ്റൻഷൻ കീപ്പറാണ് ഈ വണ്ടി. എവിടെ പോയാലും ആരായാലും ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമുള്ള അങ്കിൾമാർ വരെ തിരിഞ്ഞു നോക്കും. ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇത് ഏതാ വണ്ടി. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഇങ്ങനത്തെ വണ്ടികൾ അധികം റോട്ടിലില്ല. അതുപോലെ എനിക്കൊന്ന് കളറ് ഈ പറഞ്ഞ മാതിരി ഭയങ്കര എന്താണ്, ഈ വണ്ടിക്ക് നല്ലോണം സ്യൂട്ട് ചെയ്യുന്ന ഒരു കളറുമാണ്, നല്ല അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന കളറാണ്. ഇത് ഏകദേശം ആള് എന്നോട് പറഞ്ഞത് ഏകദേശം ഒരു 5 കളറ് ആള് മിക്സ് ചെയ്തെടുത്ത് ഫൈനലി ഡിസൈഡ് ചെയ്തൊരു കളറാണ് ഇത്. ഇത് എന്താ പറയുക, ഒരു യുണീക്നെസ് വേണം എന്നുള്ളൊരു ഒരു നിർബന്ധത്തോടു കൂടി പുള്ളി ചെയ്തെടുത്തതാണ് ഈ കളറ്. വളരെ എന്താ പറയുക, ഒരു റെട്രോ, ഒരു ക്ലാസിക് ഒരു ഫീല് തരുന്ന ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടിക്ക് ഇതിന്റെ ഡിസൈന് നല്ലോണം അനുയോജ്യമാവുന്ന ഒരു കളർമാര് നമുക്ക് തോന്നും. അതെ 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 അതെ. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇതിനെ അധികം ഞാൻ അങ്ങോട്ട് ഒരു അബ്യൂസ് ചെയ്യണ തരത്തിലേക്ക് ഞാനിത് അങ്ങനെ ഓടിക്കാറില്ല. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സൈഡിലിരുന്ന് വളരെ മിതമായ ഡിസ്റ്റൻസിലൊക്കെ ഓടിക്കാൻ കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ അത് ആർക്കും ഓടിക്കാനും കൊടുത്തിട്ടില്ല. 2-3 ഫ്രണ്ട്സിന് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണെങ്കിലും വണ്ടി കഴുകി വൃത്തിയാക്കി. ഇപ്പൊ നോക്കിയാൽ പോലെ ഒരു തരി പൊടി പോലും ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ അതെ, അതെനിക്ക് തോന്നുന്നു പൊതുവെ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ
എല്ലാവരും ആ വണ്ടി അതേമാതിരി എന്താണ് അവർ അതേമാതിരി താലോലിക്കുന്ന കൂട്ടത്തിലാണ്, അതേമാതിരി സൂക്ഷിച്ച് അല്ലേ, അത് ഈ വണ്ടി കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വാസുദേവ്, ഞാനിപ്പം ഈ വണ്ടിയിൽ വാസുദേവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താന്ന് ചോദിച്ചാൽ ഒരു എന്താണ്, ഒരു ആക്സസറി എന്നുള്ള രീതിയിലല്ല. ഇപ്പം വാസുദേവ് കുറേ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഒരു വിൻറ്റേജ് വണ്ടികളിൽ നിന്നും ഈ വണ്ടിയെ വ്യത്യസ്തമാക്കുന്ന, അല്ലെങ്കിൽ വാസുദേവിന് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. സീറ്റ് അല്ലേ? സീറ്റ് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ബാക്ക് സീറ്റാണ്. കാരണം എന്താ പറയാ, നമ്മളൊരു പഴയ കാലത്ത് നമ്മളൊരു സോഫയിലൊക്കെ ഇരിക്കണ ആ ഒരു കംഫർട്ട് തന്നെയാണ് സെയിം ഇതിന്റെ ബാക്ക് സീറ്റിലിരിക്കുക. എനിക്ക് ഡ്രൈവർ സീറ്റിലേക്കാളും എനിക്കിഷ്ടം ബാക്ക് സീറ്റാ. കാരണം ആ ഒരു ഇതിന്റെ സസ്പെൻഷനും ഉണ്ട് കേട്ടോ. ഇതിന്റെ സസ്പെൻഷൻ അന്ന് ഇതിന് കൊടുത്തേക്കുന്നത് കോയിലാണ്, കോയിൽ സസ്പെൻഷനാണ്, ലീഫല്ല, കോയിലാ. അപ്പോ ആ കോയിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിലിരിക്കുമ്പോൾ ഒരു ഹമ്പ് ചാടിയാൽ പോലും ആ ഇരിക്കണ ആള് ഒരു തുള്ളി അനങ്ങില്ല. ആ എല്ലാ ലോഡും ആ സസ്പെൻഷൻ എടുത്തോളൂ. അങ്ങനെ എനിക്ക് സീറ്റിന്റെ ഞാൻ ചില ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് ഓടിക്കുമ്പോൾ ഞാൻ ബാക്കിലിരിക്കാം, ഞാൻ ഫ്രണ്ടിലിരിക്കാം, ഞാൻ ബാക്കിലിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിൽ കയറിയിരിക്കും. കുറച്ച് പേരാണെങ്കിൽ കുറച്ച് ഞാൻ ബാക്കിൽ കയറി ഇരിക്കാതെ മതിയത്. ബാക്ക് ആ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവർ സീറ്റും ഒരു യുണീക്ക് സീറ്റാണ്. ഞാൻ അങ്ങനെ കസ്റ്റം ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ചില ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടി ഓടിക്കുന്ന ജീപ്പുകളിൽ ഒക്കെ ഞാൻ കസ്റ്റം ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ജീപ്പുകളിലൊക്കെ ഏകദേശം ഒരു മോഡൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു കാറിൽ ഇങ്ങനത്തെ ഒരു സീറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇതിന് ഹെഡ് റെസ്റ്റ് പോലും ഇല്ല. അതൊരു യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് അവർ ആ സീറ്റ് വരെ ഡിസൈൻ ചെയ്ത് ഈവൻ ആ വിസിബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് തോന്നുന്നത്. ആ ഹെഡ് റെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ പുറകിൽ മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്തോ ഇതിന് ആ ഹെഡ് റെസ്റ്റ് ഇല്ലാണ്ട് തന്നെയാണ് ഇതിനൊരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഞാൻ ഇത്ര കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും ഏകദേശം ഒരു 1-2 ബ്രേക്കൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഓടിച്ചിട്ട് വന്നത്. എന്നാൽ പോലും ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആ ഒരു ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഹെഡ് റെസ്റ്റ് വേണം എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല. അത് എനിക്ക് തോന്നുന്ന ആ ഒരു അന്നത്തെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അന്ന് ആ സീറ്റ് ഡിസൈൻ ചെയ്തതിൻ്റെ ഒരു ഗുണമായിരിക്കും എന്ന് എനിക്ക് തോന്നണേ. അതെ അതെ തീർച്ചയായും. എനിക്ക് തോന്നുന്നു അന്നത്തെ എന്നല്ല, അതാ ഈ പറഞ്ഞ ആ ഒരു ഡിസൈനും എഞ്ചിനീയറിംഗ് കൂടെ കൂടി ചേരുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അതായത് വണ്ടിയുടെ ഡിസൈൻ അനുയോജ്യമായി തന്നെയാണ് അതിന്റെ എല്ലാ ഭാഗങ്ങളും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്ലോക്ക് ഉണ്ട്. വർക്കിംഗ് ആണല്ലേ? വർക്കിംഗ് ആണ്, സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇപ്പൊ സമയം എടുത്തു നോക്കിയാൽ എനിക്കാണ് 9:14. കറക്റ്റ് ഒരു മിനിറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. 9:15 ആയിട്ടുണ്ട്, ഇപ്പോൾ 9:14 ഇത്രയും വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാണ്ടത് വർക്കിംഗ് ഉണ്ടെന്നുള്ളതാണ് ഒരു ഇതിലിരിക്കുന്ന ഡാഷ് സ്റ്റോക്ക് അല്ലേ? കമ്പനി വരുന്ന എല്ലാ സ്റ്റോക്കാണ്. ആകെ ഇതിന്റെ ആ ഒരു ഗിയർ നോബ് മാത്രം മിസ്സായിട്ടുണ്ട്. ഇത് 4 സ്പീഡാണ്. ഇതൊരു 5 സ്പീഡ്, ഒരു മാനുവൽ ഒരു 5 സ്പീഡ് വണ്ടിയുടെ ഗിയർ നോബാണ്. അതുപോലെ വാസുദേവൻ, എങ്ങനെയാണ് ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയാണ്? ഇപ്പോഴും അവൈലബിൾ ആണോ? ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റി ഞാനിപ്പം ഈ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3-4ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതില് കുറെ പാർട്സിന്റെ കടകളുടെയും പല കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും പല കടകളുടെയും കോണ്ടാക്ട്സും ഡീറ്റെയിൽസും അതേപോലെ തന്നെ പാർട്സ് അവിടുന്ന് മേടിച്ചവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് അതുപോലെ കാണുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഇത് റീസ്റ്റോർ ചെയ്ത സമയത്ത് ആള് കൂടുതൽ പാർട്സും
പുറത്ത് ഡൽഹി, പഞ്ചാബ്, മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇത് ആള് പാർട്സ് സോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആള് ഒരു ഏകദേശം ഒരു 10-15ഓളം പാർട്സിന്റെ തന്നെ കോണ്ടാക്ട്സ് എനിക്ക് ആള് വണ്ടി എടുത്ത സമയത്ത് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പാർട്സ് അങ്ങനെ ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല. അത് കാരണം അവൈലബിലിറ്റി എനിക്ക് തോന്നുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. അവൈലബിലിറ്റി ബാക്കിയുള്ള മോഡലുകളെ വെച്ച് നോക്കുമ്പം ഇത് കുറവാണ്. കാരണം ഇതിപ്പം കേരളത്തിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു വിരലിലെണ്ണാവുന്ന അത്രയും വണ്ടികൾ തന്നെ നമുക്ക് കാണാനും പറ്റുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 20ഓളം വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കാരണം നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇതേപോലെ വീഡിയോകളിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു വ്യൂ വെച്ച് ഞാൻ പറഞ്ഞാണ്. കൂടിപ്പോയൊരു 30 വണ്ടി ഓൾ കേരള ഈ ഒരു മോഡല്. ഇത് പെട്രോളും ഡീസലും രണ്ടും കൂടി ചേർത്തിട്ട് കൂടുതലും പെട്രോൾ വണ്ടി തന്നെയാണ് ഉള്ളത്. 118 NE എന്ന് പറയണത്. ഡീസൽ വണ്ടി ഞാൻ കമ്പാരിറ്റീവ്ലി കണ്ടേക്കണത് കുറവാണ്. ഇപ്പം നമ്മുടെ തന്നെ എൻ്റെ തന്നെ എനിക്കറിയാവുന്ന ഒരു ഏകദേശം ഒരു എറണാകുളത്ത് തന്നെ ഏകദേശം ഒരു 4-5 വണ്ടിയോളം ഉണ്ട്. അതില് ഒരെണ്ണ ഡീസലുള്ളൂ. അതെന്റെ വണ്ടിയാ. ബാക്കി 4 പെട്രോളാണ്. ഇടയ്ക്ക് ഞാൻ അവരൊക്കെ ആയിട്ട് നമ്മള് ഗ്രൂപ്പായിട്ട് ഇടയ്ക്ക് ചെറിയ റൈഡും ഒക്കെ പോവാറുണ്ട്. നമ്മളിടയ്ക്ക് ഒരു ചായ മീറ്റപ്പ് പോലെ കൂടി എല്ലാ വണ്ടിയും ഒരുമിച്ചൊക്കെ ഇട്ട് കൂടാറൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവർക്കും ഈ പറഞ്ഞ പോലെ പാർട്സും ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറവാണ് കിട്ടണത്. പിന്നെ ചിലവര് ഈ പറഞ്ഞ പോലെ വേറെ വണ്ടികളുടെയും അതുപോലെ സൂട്ട് ചെയ്ത് മാച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൂടുതലും ചെയ്യണ ഞാൻ കണ്ടേക്കണത്. അപ്പോ കേരളത്തില് എനിക്ക് തോന്നുന്ന കോഴിക്കോട്, കൊച്ചി അങ്ങനെ മെയിൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ കൂടുതലും പുറത്ത് തമിഴ്നാട്, കർണാടക, മുംബൈ, പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലത്താണ്. പിന്നെ അവിടെയാണ് പിന്നെയും ഈ വണ്ടികൾ ഇപ്പോഴും ഓടിക്കണ കണ്ടീഷനിലൊക്കെ ഉള്ളത്. പിന്നെ ഉപയോഗിക്കണതും എനിക്ക് തോന്നുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയും വർഷമായി 93 വണ്ടിയാണ്. വൈറ്റ് വാൾസ് ആഡ് ചെയ്തതാണോ അതോ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? ഏതാ വൈറ്റ് വാൾ? വീൽ വാള് ഇത് വണ്ടി ഏകദേശം റീസ്റ്റോറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആള് തന്നെ ഒരു പാർട്ട് ഓർഡർ ചെയ്തേക്കണാണ്. ഇത് ടയറിന്റെ ഒപ്പം ഉള്ളതല്ല, എക്സ്ട്രാ ടയർ ഇടുന്നതിന്റെ കൂടെ ഇടുന്ന വാളാണിത്. വൈറ്റ് വാൾ എന്നാണ് അതിനെ പറയണത്. പണ്ട് ഇതിനും പഴയ മോഡലുകൾക്കൊക്കെ ക്ലാസിക് ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വൈറ്റ് വാൾ അതിൻ്റെ ആ ടയറിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ടയറിന് ഏകദേശം ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 16,000 രൂപ ഏകദേശം ആ ഒരു റേഞ്ച് വിലയുണ്ട് ഒരു ടയറിന്. അപ്പൊ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഇത് വൈറ്റ് വാൾ ആണെങ്കിൽ പോലും നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ ഈ വൈറ്റ് വാൾ പെട്ടെന്ന് ഇത് ഡാമേജ് ആവും. അത് റബ്ബറും കൂടി ആയത് കാരണം ഇൻ കേസ് ഇത് ട്യൂബ്ലെസ് അല്ലല്ലോ, അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു പഞ്ചർ ആയി കഴിഞ്ഞപ്പോൾ ഓൾ വെയിറ്റ് ആ റിമ്മ് എടുത്തിട്ട് ആ വൈറ്റ് വാൾ നമുക്ക് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വൈറ്റ് വാളിനേക്കാളും നല്ലത് ആ വൈറ്റ് വാൾ ഇൻക്ലൂഡ് ആയിട്ട് വന്നേക്കുന്ന ടയേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയേക്കുന്നത്. ഇതിന്റെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇതിന്റെ കീ ഇടുന്നത് റൈറ്റ് സൈഡിലല്ല, റൈറ്റ് സൈഡിലില്ല. ഇതിന്റെ കീ വരുന്നത്
ഇഗ്നിഷൻ പറഞ്ഞ ലെഫ്റ്റ് ഓ ലെഫ്റ്റിലാണല്ലേ? അതെ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവിടെയാണ്. ഇത് വെറൈറ്റി ആണല്ലോ. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ യൂസ് ടു ആയത് മറ്റേ സൈഡ് ആയതുകൊണ്ട്. അതെ അതെ അതെ, പെട്ടെന്ന് നമ്മള് എനിക്ക് ഇടയ്ക്ക് പറ്റാറുണ്ട്, പെട്ടെന്ന് പോയിട്ട് കീ തപ്പല് ഇടയ്ക്ക് വരാറുണ്ട്. കൂടുതലും മറ്റേ വണ്ടികൾ യൂസ് ചെയ്യുന്ന കാരണം പെട്ടെന്ന് കൈ ഇങ്ങോട്ട് തന്നെ പോകും. പക്ഷേ ഒരു വെറൈറ്റി ആണല്ലോ. വെറൈറ്റി ആണ്. നമ്മളിപ്പോ അങ്ങനെ കാണാൻ കിട്ടാനില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ലെഫ്റ്റ് സൈഡ് കീ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വണ്ടികളിലൊക്കെ റൈറ്റ് സൈഡ് തന്നെയാണ്. പുഷ് ബട്ടണും കീയും അല്ലാണ്ട് റിമോട്ടും ഇങ്ങനെയാണ് കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡോർ ഹാൻഡില് ശ്രദ്ധിച്ചായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. ഡോർ ഹാൻഡിലൊരു വെറൈറ്റി സാധനം തന്നെയാണ്. ഒന്ന് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സ്ലീക്ക് ആണ്, ഭയങ്കര കംഫോർട്ടും യുണീക്കാണ്. അതെ അതെ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമുക്കിനി എൻജിൻ ബേ ഒന്ന് കാണാം. ബോണറ്റൊന്നും ഇച്ചിരി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ വിടിച്ചിട്ടേക്കാം. ഓ ഓ, മറ്റല്ലെങ്കിൽ അടിയിൽ നിന്ന് തന്നെ ഒരു വലിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നല്ല വൃത്തിയായി പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിന്റെ റേഡിയേറ്റർ കമ്പനി റേഡിയേറ്റർ ആണോ അതിലിരിക്കുന്നത്? ആ, കമ്പനി റേഡിയേറ്ററാണ്. എക്സ്ട്രാ AC വെച്ചപ്പോൾ ഒരു കണ്ടൻസർ ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട്. ഡാമ്പിംഗ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ആ ഒരു ഹീറ്റിന്റെ കുറയ്ക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ടല്ലേ? അതെ അതെ, ഇതിന്റെ ബൂട്ടില് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഇതിന്റെ സ്റ്റെപ്പിനി വീല്, സ്പെയർ വീല് ഞാൻ അഴിച്ച് വീട്ടിൽ വെച്ചേക്കാം ക്ലീൻ ചെയ്യാനായിട്ട്. കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ അഴിച്ച് ഓരോ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അതിന്റെ സ്റ്റെപ്പിനി സ്പെയർ വീല്. അപ്പൊ അവിടെ തന്നെ ലോക്കായിട്ട് ഇരുന്നോളൂ അല്ലേ? അവിടെ തന്നെ ലോക്കായിട്ടിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു ബെൽറ്റ് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വെക്കുന്ന ചെറിയൊരു ബെൽറ്റ് ഉണ്ട്. നിലവിൽ ഇല്ല, പക്ഷെ എന്നാലും ആ കുഴിയിൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ അല്ലേ? ഇതാണ് ഇതിന്റെ ടാങ്ക് വന്നിട്ടുള്ളത്. അത് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, അന്നോട്ട് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളുണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. സീറ്റ് ബെൽറ്റ് ഉണ്ട് ആ സമയത്ത്. പക്ഷെ സീറ്റ് ബെൽറ്റ് ഒരു വെറൈറ്റി സീറ്റ് ബെൽറ്റ് ആണ്. അത് പണ്ടത്തെ പുതിയ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മള് വിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് റോളായിട്ട് പോയി നിൽക്കും. പക്ഷെ ഇത് റോളായിട്ട് പോയി നിൽക്കില്ല, ഇതൊരൊറ്റ ഒരു ബെൽറ്റ് ആണിത്. ഇത് നമ്മൾ ആഡ് ചെയ്തതാണോ അതോ? അല്ല, ഇത് കമ്പനി വരുന്ന തന്നെയാണ്. അതാണ് അതിന്റെ ആ ഒരു സീറ്റ് ബെൽറ്റ് സിസ്റ്റം. നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയ റൈഡ് പോയാലോ? ഓ, തീർച്ചയായും. ശരിയാണ്, ഭയങ്കര വിസിബിലിറ്റി ആണല്ലോ ആ സീറ്റിന്റെ ഹൈറ്റും ഇതും കൂടെ വരുമ്പോഴത്തേക്ക്. പുറത്തുനിന്ന് കാണുമ്പോ ഇത്ര ഒരു ഹൈറ്റ് കുറഞ്ഞ വണ്ടി അതൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ഞാൻ പറഞ്ഞ പോലെ ഒരു 360 ഡിഗ്രി വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക്
ഫ്രണ്ടില് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഗട്ടർ പോലും നമുക്ക് ആക്ച്വലി അറിയില്ല. ഓക്കെ. അത്ര കംഫർട്ടാണ് അതിന്റെ ബാക്ക്. എനിക്ക് ഫ്രണ്ടിലും അങ്ങനെ പ്രത്യേകിച്ചൊരു ബാക്കിൽ ഇതിലും കംഫർട്ട് ആയിരിക്കും. അതെ അതെ, ഞാൻ പറയാം, ഇത്ര ഇതുപോലും അറിയില്ല ബാക്കില്. അത് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്.